നമ്മുടെ കേരളത്തിലെ നല്ലൊരു ശതമാനം ചെറുപ്പക്കാരും കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്നവരാണ്. ഇവിടെ ഇതാ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി, ഈ മലയാളിയുടെ ചില പ്രശ്നങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഞങ്ങളിവിടെ ഒരു ആക്ഷേപഹാസ്യം, ഒരു സറ്റയർ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം ഇവിടെ ജോലി ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളും അദ്ദേഹത്തിന് ലീവ് കിട്ടിയാലുള്ള പ്രശ്നങ്ങളും ലീവ് കിട്ടി അദ്ദേഹം എയർപോർട്ടിലെത്തിയാലും നാട്ടിലെത്തിയാലുള്ള പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ആക്ഷേപഹാസ്യം. ആരടാ? എടാ ഞാനടാ ജബ്ബാർ. ആഹാ, ജബ്ബാറായിരുന്നാ? എടാ നീ എന്റെ റൂമിന്റെ തൊട്ടിപ്പുറേ താമസിക്കുന്നെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിന്നെ ഒന്ന് കാണാൻ പോലും കിട്ടണല്ലോടാ. എന്താ കാര്യം? അളിയ, എനിക്ക് ലീവ് കിട്ടി. പടച്ചോനെ, നിനക്ക് ലീവ് കിട്ടിയ? ആ, ഞാൻ ഇന്ന് നാട്ടിലേക്ക് പോവുക. നിന്നെ കണ്ട് യാത്ര പറയാന്ന് വെച്ചാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എടാ, കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്, ഒന്ന് വീട്ടിലെത്തിച്ചേക്കോ. ഇവന്റെ ഒരു കാര്യം. എടാ എന്റെ വീട്ടിലേക്കുള്ള സകല സാധനങ്ങളും ഞാൻ മേടിച്ചിട്ടുണ്ട്. നിന്റെ വീട്ടിലേക്കല്ല, പിന്നെ എന്റെ വീട്ടിലേക്ക്. ഞാൻ തെറ്റിദ്ധരിച്ചു. ഞാൻ എല്ലാം കൊടുത്തേക്കാം. ആട്ടെ, എന്തൊക്കെ സാധനങ്ങളാടാ? ഇത് സോപ്പ്, ചീപ്പ്, ഷാമ്പു, ഷേവിംഗ് ക്രീം, ഒരു CD പ്ലെയർ, ചെറിയൊരു TV വേറെ, വാഷിംഗ് മെഷീൻ, എയർ കണ്ടീഷൻ, ടേബിൾ ലാമ്പ്, TV സ്റ്റാൻഡ്, ഫ്രിഡ്ജും ഫാനും തേപ്പ് വെട്ടി താഴെ, കൂടെ എമർജൻസി ലാമ്പും, ചെറിയൊരു DVD പ്ലെയർ. പടച്ചോനെ, തീർന്നിട്ടില്ല. പിന്നെ ഒരു സാധനം കൂടി ഉണ്ട്. ഈ സാധനങ്ങളുടെ കൂട്ടത്തിൽ അതും കൂടി കൊണ്ടുപോകാൻ നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് സാധനാടാ? ചെറിയൊരു പെൻടോർച്ച്. പടച്ചോനെ, ഞാൻ ലീവിന് പോണ കാര്യം ഇവിടെ മൊത്തം അറിഞ്ഞ. ജബ്ബാറേ, എന്താടാ നിനക്ക് ലീവ് കിട്ടിയല്ലേ? എടാ ജബ്ബാറേ, ഉള്ള സമയം കൊണ്ട് കുറച്ച് സാധനമൊക്കെ മേടിച്ചാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. നീ ദയവ് ചെയ്ത് എന്റെ വീട്ടിൽ ഒന്ന് കൊടുത്തേക്കണം. അയ്യോ, എന്റെ പൊന്നളിയ, നീ നോക്കാൻ മാത്രം സാധനങ്ങളൊന്നും ഇല്ല. മമ്മിക്കൊരു ഫോറിൻ കൊട, ഡാഡിക്കൊരു കാലം കൊട, പെങ്ങക്കട പിള്ളേർക്കെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് പപ്പിക്കൊട. നാട്ടിലേക്ക് ലീവിന് പോകാൻ പേടി തോന്നണ കാര്യം ഇതാ. സാരി വാങ്ങി ഞാൻ നമ്മക്കും പെങ്ങക്കും ചേട്ടത്തിമാരിക്കും, അകയുള്ള കെട്ടിയ പെണ്ണിന് മാലേ വാങ്ങി. വല്യപ്പന് കണ്ണടയും ചിറ്റപ്പന് ബർമുടയും, കുഞ്ഞനിയ കേശവന് റിസ്റ്റ് വാച്ചും പാൻറ്റും വാങ്ങി. നാട്ടിലുള്ള ഫാമിലി ഫ്രണ്ട്സിന് മോന്താൻ കുറെ കുപ്പികളും വാങ്ങി. മമ്മിക്കൊരു ഫോറിൻ കൊട, ഡാഡിക്കൊരു കാലം കൊട, പെങ്ങക്കട പിള്ളേർക്കെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് പപ്പിക്കൊട. അതാരാ? ഞാനാടാ. എടാ, ഈ പൊതിയും കൂടെ ഒന്ന് കൊണ്ടുപോടാ. ഇതെന്നാ ചെറിയ പൊതിയല്ലേ? ഇത് ഞാൻ കൊണ്ടുപോയിക്കോളാം. എടാ, ഇതിന്റെ അകത്തെന്താ? ഇതേ ഒരു 40 കല്യാണക്കുറിയാടാ. എടാ, അടുത്ത മാസം എന്റെ കല്യാണമെന്നുള്ളവരെ നിനക്ക് അറിഞ്ഞൂടെ? ഓ, ഞാനതങ്ങ് മറന്നു. നീയാണല്ലോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോ എനിക്ക് ലീവില്ലാത്ത സ്ഥിതിക്ക് നീ തന്നെ നേരിട്ട് കൊണ്ടുപോയി എല്ലാ സ്ഥലത്തും എന്റെ കല്യാണം ക്ഷണിക്കണം. ഇത് എവിടെയൊക്കെ? കുട്ടനാട്ടിൽ കൊച്ചേട്ടനും മട്ടന്നൂരിൽ വല്യേട്ടനും നേരിട്ട് തന്നെ നീ ചെന്ന് കത്തു നൽകണം. ഈ അഡ്രസ് ഒന്നും തെറ്റിക്കാതെ നീ തന്നെ കൊടുക്കണം. അയ്യോ, മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ നീ തന്നെ ക്ഷണിക്കണം. കൊച്ചിയിലുള്ള കൊച്ചേച്ചിക്കും കൊല്ലത്തുള്ള കൊച്ചാപ്പനും കണ്ണൂരുള്ള വല്യപ്പനും കത്തു നൽകണം. ഈ അഡ്രസ് ഒന്നും തെറ്റിക്കാതെ നീ തന്നെ കൊടുക്കണം. മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ നീ തന്നെ ക്ഷണിക്കണം. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള എന്റെ മൊത്തം കൂട്ടുകാരെ നീ വിളിക്കണം. ഈ അഡ്രസ് ഒന്നും തെറ്റിക്കാതെ നീ തന്നെ കൊടുക്കണം. മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ നീ തന്നെ ക്ഷണിക്കണം. എടാ, എനിക്കാകെ 10 ദിവസത്തെ ലീവേ ഉള്ളൂ. എടാ, അതിന് ഈ കത്ത് കൊടുക്കാൻ ആകെ കൂടെ 8 ദിവസം മതിയല്ലോ. ബാക്കിയുള്ള 2 ദിവസം നിനക്ക് അടിച്ച് പൊളിക്കാലോ. ഇപ്പൊ തന്നെ ഒരു ചുമട് സാധനങ്ങൾ ഉണ്ടല്ലോടാ. തീർന്നിട്ടില്ലടാ. നാട്ടിലേക്കുള്ള സാധനങ്ങൾ ദേ വരി വരിയായിട്ട് വന്നോണ്ടിരിക്കാണ്. ഇതും കൂടെ ഒന്ന് കൊണ്ടുപോടാ. എന്റെ ഉമ്മ, ഞാൻ എന്താ ഈ കാണുന്നത്? അറബിക്കടലിളകി വരുന്നേ, ഒരു ലോഡ് പെട്ടി വരുന്നേ. അറബിക്കടലിളകി വരുന്നേ, ഒരു ലോഡ് പെട്ടി വരുന്നേ. പെട്ടിയുമായി എത്താൻ ഗൾഫിൽ മലയാളികൾ ഇനിയുണ്ടോ? ലീവ് കഴിഞ്ഞപ്പോ കാണാം. ഓക്കെ, നമസ്കാരം.
കേരള എയർവേസിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എല്ലാവരും ബെൽറ്റ് ധരിച്ച് സൂക്ഷിച്ചിരിക്കുക. കാരണം നമ്മൾ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് കടക്കുകയാണ്. വിമാനം ഗട്ടറിൽ ചാടാൻ സാധ്യതയുണ്ട്. പ്രിയ യാത്രക്കാരെ, നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വിമാനം ഏതാനും നിമിഷങ്ങൾക്കകം തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിച്ചേരുന്നതാണ്. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. തെങ്ങ് കയറ്റക്കാരൻ കുഞ്ഞയ്യപ്പൻ തെങ്ങ് കയറാൻ കൊണ്ടുപോയ ഏണി എത്രയും പെട്ടെന്ന് റൺവേയിൽ എത്തിക്കേണ്ടതാണ്. കാരണം യാത്രക്കാർക്ക് ഇറങ്ങുവാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല. എൻ്റെ എയർപോർട്ട് ഭഗവാനെ, ഫ്ലൈറ്റ് മുത്തപ്പ, എയർ ഹോസ്റ്റസ് ഭഗവതി, എന്തെങ്കിലും കോളൊക്കെ ഇന്ന് ഒപ്പിച്ചു തരണേ. രാവിലെ തന്നെ ഒരു NRI ആണല്ലോ വരുന്നത്. കോളടിച്ചു. ഇന്നത്തെ കോള് വരുന്നുണ്ടേ, എടുത്തോ പിടിച്ചോ, കൈയിട്ട് വാരാൻ കൊതിയാകുന്നേ, ഞാൻ റെഡിയാകട്ടെ. എന്താണ്ടും പെട്ടിക്കാത്തോണ്ടേ, ഹൈ ഹൈ ഹൊയ് ഹൊയ്, കാലത്തെ നല്ല കണിയാണല്ലോ, ഫോറിൻ മണിയാണല്ലോ. എന്നെ പറ്റിച്ചിട്ട് മുങ്ങാൻ തരത്തില്ല. എവിടെ പാടാ? ഇപ്പട്ടാ പാടാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എവിടെ നിന്ന് വരുന്നു? ദുബായിൽ നിന്ന് വരുന്നു. ദുബായിൽ നിന്ന് വരുന്നു. എന്താ ഇതിനകത്ത്? ഇതിനകത്തെങ്ങും ഒന്നുമില്ല സാറേ. തലക്കാത്തല്ല, പെട്ടിക്കാത്ത എന്താണെന്ന്. സാറ് ഞാൻ സത്യം പറഞ്ഞ പെട്ടിക്കകത്ത് ഒന്നുമില്ല. എന്തെങ്കിലും കാണും. പടച്ചോനാണ് ഞാൻ ഉള്ളതാ പറഞ്ഞ, ഒന്നുമില്ല ഇതിനകത്ത്. വെറുതെ വേഷം കെട്ടെടുക്കാതെ പെട്ടി തുറക്കി ചങ്ങാതി. ഗൾഫിൽ നിന്നെത്തിയ ചങ്ങാതി തന്റെ പെട്ടി തുറന്നൊന്നും നോക്കട്ടെ ഞാൻ. ഞങ്ങളുടെ വീതം പെട്ടെന്ന് തന്നാൽ പെട്ടി പൊട്ടിക്കാതെ വിട്ടേക്കാം. എന്റെ പൊന്ന് സാറ്, ഞാൻ സത്യം പറഞ്ഞ എന്റെ പെട്ടിയിൽ ഒന്നുമില്ല. അയ്യോ, പെട്ടിയുടെ മുലയിൽ കുപ്പിലിരിക്കണ ജോണി വക്കർ എനിക്ക് വേണം. അതിന്റെ പോക്കറ്റിൽ 10 വച്ചേക്കണ നോക്കിയോ ഹാൻസറ്റ് എനിക്ക് വേണം. എന്റെ കുട്ടിക്ക് പാലിന് മുക്കി കഴിക്കുവാൻ സ്വർണ്ണ കേസുണ്ടൽ തന്നേര്. റിയാലും ദീർഘവും കയ്യിലിരിപ്പുണ്ട്, പപ്പറി ഞങ്ങൾക്ക് തന്നേര്. ഇല്ലേൽ പിടിച്ചു വാങ്ങും, ഇല്ലേൽ തട്ടിപ്പറിക്കും. ഇന്നത്തെ കാര്യം കൊളായല്ലോ. എന്റെ പടച്ചോനെ, ഇവന്മാരെ കൊണ്ട് തോറ്റ്. ഹോ, ജീവൻ തിരിച്ചു കിട്ടിയ എന്നെ ഭാഗ്യം. എന്റെ ഉമ്മോ, എയർപോർട്ടിന്റെ അകത്ത് പാമ്പോ? ആ പാമ്പുകളെന്നല്ല, നമ്മള് യൂണിയൻകാർ തന്നെ. ആഹാ, രണ്ടും ഒന്ന് തന്നെ. എന്തായാലും പെട്ടിയുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെക്കുന്നത് നമ്മൾ തന്നെ. നമുക്കുള്ള കാശിങ്ങി തന്നാ മതി കേട്ടാ. അയ്യോ എന്റെ പൊന്നു ചേട്ടാ, ഉണ്ടായിരുന്ന പൈസ മൊത്തം ആ കസ്റ്റംസുകാർ പിടിച്ചു കുറച്ച്. ഇനി എന്റെ കയ്യിൽ 5 പൈസ ഇല്ല. ദുബായിന്നും ബഹ്റൈനും മസ്കറ്റിൽ നിന്നൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ ഞങ്ങൾ കണ്ടിട്ടുള്ള തന്നെ. ഗൾഫിന്റെ ജാലികളും കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞ അടിച്ച് മാന്തകളുടെ ഷേപ്പുകളും മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞേക്കാം. അണ്ണ പറയുന്ന കാര്യം അത് കേള്. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ പെട്ടി എടുത്തു വെച്ചാൽ എന്റെ കയ്യിൽ തരാൻ 5 പൈസ ഇല്ല. ഞാൻ എടുത്തു വെച്ചോളാം. പെട്ടികൾ ആരെടുത്ത് വെച്ചാലുള്ള കാര്യങ്ങൾ പറഞ്ഞേക്കാം. കാശ് ഞങ്ങൾക്ക് ഉള്ള തന്നെ. തന്നെ എട്. ഇത് വലിയ ശല്യായല്ലോ. അണ്ണായി ചുമട്ട് പണി എന്ന് പറയുന്നത് ഞങ്ങളുടെ അവകാശങ്ങൾ തന്നെ. എന്റെ പൊന്നു സുഹൃത്തെ, ഗൾഫിൽ എനിക്കും ഈ ചുമട്ടുപണി തന്നെയായിരുന്നു. 5 കൊല്ലം ഗൾഫിൽ നിന്ന് കിട്ടിയ കാശൊക്കെ പെട്ടിയിലാക്കി നാടുകാണൽ വീണെത്തിയ പോരിങ്കാരാ. എന്താണോ യൂണിയൻകാരെ കഷ്ടത്തിലാക്കല്ലേ പോരിങ്കാരോ. പെട്ടിയെടുക്കാൻ 100 ദിറഹം, കാകില് തൊട്ടാൽ 10 റിയാല്, ആകെ മൊത്തം ടോട്ടൽ 50 ദിനാറ്. ഇന്ത്യൻ മണി ഞങ്ങൾക്ക് വേണ്ട പോരിങ്കാരാ. ഇന്ത്യൻ മണി ആർക്ക് വേണോടാ പോരിങ്കാരോ. ഓക്കെ ഓക്കെ, സമ്മതിച്ചു ചേട്ടാ. പെട്ടി എടുത്തോ, എടുത്തോ. ഹലോ. ഓക്കെ ഓക്കെ അണ്ണാ, ഇന്ന് ബന്ദ്. എന്താണ് കാര്യങ്ങള്? ഇന്ന് നമ്മുടെ നേതാവിന്റെ മുഖത്താക്കി ഒരുത്തൻ കൊഞ്ഞണം കാട്ടിയിരിക്കണം. നേതാവിന്റെ മുഖത്ത് നോക്കി കൊഞ്ഞനം കാണിച്ചതിന് ബന്ധോ? പിന്നെ ഒരു ബന്ധത്തിലേക്ക് എന്തൊരു കാര്യങ്ങൾ വേണോ? അണ്ണാ ഒരു കാര്യം ചെയ്, പെട്ടികളൊക്കെ എടുത്ത് തലേ വെച്ച് നോരെ അങ്ങ് നടന്നാളെ. ചെല്ലു പൈ. ഗൾഫ് മുതൽ നാടുവരെ ചുമടും താങ്ങി ഇല്ലാത്ത ഡ്യൂട്ടിയടച്ച് പോകുന്നവനാ. ആരല്ല വന്നത്? അതാരാ? ചന്തപ്പാലത്തെ കൂടി കൂളിംഗ് ഗ്ലാസും മോന്തേ വെച്ച് കൂട്ടും കൊട്ടും വിട്ടു വരുന്നവൻ ആരാടാ. അറിയില്ലേ കോയാക്കാന്റെ മൂത്ത മോന, മസ്കറ്റിൽ ബിസ്കറ്റിന്റെ ഡീലറല്ലേ. പെട്ടിയിൽ ലക്ഷങ്ങൾ അടക്കി വെച്ച് ലീവിന് വന്നതാണേ. ഹലോ ജബ്ബാർ,
ജബ്ബാർ. Glad to meet you. ജബ്ബാറിനെ കണ്ട എന്തായാലും നന്നായി. ഞങ്ങൾക്കൊരു പിരിവ് തരാനുള്ള ഭാഗ്യം ജബ്ബാറിനുണ്ട്. ഐശ്വര്യമായിട്ട് ഈ ബക്കറ്റിലേക്ക് ഒരു സംഭാവന ഇട്ടോളൂ. എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ ഇപ്പോഴും ഈ ബക്കറ്റ് പിരിവ് കൊണ്ടാണ് നടക്കുന്നത്? അത് ഞങ്ങളുടെ ജന്മാവകാശമാണ്. എന്ത് ഈ ബക്കറ്റ് പിരിവ്? അല്ല, ഞാൻ അറിയാൻ പാടില്ല എന്ന് ചോദിക്കാം. ചോദിക്കൂ. ഇപ്പൊ ഈ ബക്കറ്റ് പിരിവ് നടത്താനുള്ള കാരണം എന്താ? അടുത്തയാഴ്ച ഞങ്ങളുടെ മനുഷ്യ മലയാണ്. മനുഷ്യമലയോ? സാധാരണ നിങ്ങൾക്ക് മനുഷ്യ ചങ്ങലേ മനുഷ്യ മതിലൊക്കെ അല്ലായിരുന്നു? അയ്യോ, ഇല്ല 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 ഇല്ല, ചങ്ങലയും മതിലുമൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയില്ലേ. ഈ വർഷം ഞങ്ങളുടെ പാർട്ടി വിഭാവനം ചെയ്യുന്നത് മനുഷ്യ മലയാണ്. അല്ല, എന്താ ഈ മനുഷ്യമല? പറഞ്ഞു തരാം. ഞങ്ങളുടെ 100 സാധാ പാർട്ടി പ്രവർത്തകരെ തെക്ക് വടക്കായി നിരത്തി പരത്തി കിടത്തും. എന്നിട്ട് അതിന്റെ മുകളിൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ കിഴക്ക് പടിഞ്ഞാറായി കിടത്തും. അതിന്റെ മുകളിൽ ഏരിയ കമ്മിറ്റിയെ കിടത്തും. പിന്നെ ബ്ലോക്ക് കമ്മിറ്റി, അതിന്റെ മുകളിൽ ജില്ലാ കമ്മിറ്റി, പിന്നെ സംസ്ഥാന കമ്മിറ്റി. ഏറ്റവും മുകളിൽ ഞങ്ങൾ കേന്ദ്ര കമ്മിറ്റിക്കാര് കയറിയിരുന്ന് അങ്ങോട്ട് നിരങ്ങും. അതാണ് ഈ മനുഷ്യമല. പ്ലീസ് സംഭാവന എടുക്കൂ, സംഭാവന എടുക്കൂ. പ്ലീസ് സംഭാവന പ്ലീസ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആയിരങ്ങളുടെ 10,000ങ്ങളുടെ ആവേശോജ്വലകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ മന്ദം കടന്നു വരികയാണ്. അവർക്ക് മാത്രം സംഭാവന കൊടുത്താൽ പോരാ, ഞങ്ങൾക്കും വേണം സംഭാവന. അതെ, നിർത്തിക്ക്. നിങ്ങൾക്ക് എന്തിനാ സംഭാവന? അറിഞ്ഞില്ലേ, ഞങ്ങളുടെ നേതാവ് യാത്ര പോവുകയാണ്. യാത്ര പോണോ? എങ്ങോട്ട്? കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ അദ്ദേഹം നവയാചന യാത്ര നടത്തുകയാണ്. നാട്ടുകാർക്ക് ഇത് തല വേദന യാത്രയാകാതിരുന്നാ മതി. സംസാരിച്ച സമയങ്ങളെ സംഭാവന തരൂ, സംഭാവന. അതെ, നിർത്തിക്കേ. എന്റെ പൊന്നു നേതാവ്, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന പൈസ ഒരു 5ന്റെ പൈസ ഞാൻ തരില്ല എന്ന് പറഞ്ഞു. ഒരു ഏരിയ കിട്ടിയപ്പോ നിങ്ങൾ 2 ടീമും കൂടി പങ്കിട്ടെടുക്കണ. അവന്റെ ഒരു പങ്ക് ഞങ്ങൾക്ക് അവകാശപ്പെട്ടാണ്. ജബ്ബാറെ, മനസ്സറിഞ്ഞ് നിന്റെ സമ്പാദ്യത്തിന്റെ പകുതി ഞങ്ങൾക്ക് സംഭാവനയായിട്ട് നൽകൂ. നിങ്ങളാരാ? നിങ്ങൾക്ക് എന്താ പരിപാടി? ഞങ്ങളുടെ മെയിൻ പണി പൊളിച്ചു പണിയാണ്. അത് ശരി, കെട്ടിടം പണിക്കാരാണല്ലേ? എന്താ, ഞങ്ങളുടെ പാർട്ടി അവഹേളിക്കരുത്. സമയം കളയാതെ സംഭാവന തരൂ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശിൽ നിന്ന് ഒരു 5ന്റെ പൈസ ഞാൻ സംഭാവന തരില്ല. വേണ്ട, ഞങ്ങളോട് കളിക്കണ്ട. നീ സംഭാവന തന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ നാളെ ഞങ്ങൾ ബന്ദ് നടത്തും. എന്ത് നടത്തും? എന്തും നടത്തും. പാർട്ടിക്കാരേ, ചില പാർട്ടിക്കാരേ, നിങ്ങളുടെ ബന്ധു കാരണം മുടിഞ്ഞു ഭാരതം. എന്തിനാണ് ഹേ ദുരിതമാരണം? പാർട്ടിക്കാരേ, ചില പാർട്ടിക്കാരേ, പെറ്റ് നോവെടുത്ത പെണ്ണിനെ കെറ്റിയ വണ്ടി റോഡിൽ ബ്ലോക്ക് ചെയ്തതും, നൊന്ത് പെണ്ണ് ചത്തതും, ബന്ധു പൂർണ്ണമായ വാർത്ത കേട്ടതും. പാർട്ടിക്കാരേ, ചില പാർട്ടിക്കാരേ, നിങ്ങളുടെ ബന്ധു കാരണം മുടിഞ്ഞു ഭാരതം. എന്തിനാണ് ഹേ ദുരിതമാരണം? അതെ, ഇവൻ നമ്മൾ വിചാരിച്ച പോലെ അല്ലട്ടാ. ശരിയാ, ഇവൻ ഒരു നടക്ക് പോണ ലക്ഷണമൊന്നും ഇല്ല. ഇവനെ നേരിടാൻ നമ്മൾ രാഷ്ട്രീയക്കാർ ഒരുമിച്ച് നിൽക്കണം. ഇത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതെ, ഇക്കാര്യത്തിൽ നമുക്ക് ഒരുമിച്ച് ഇവനോട് ഏറ്റുമുട്ടാം. നാട്ടിൽ പട്ടിണി ഉടനടി മാറ്റണം, അതിനൊരു പ്രതിവിധി പണ്ട് പിരിക്കണ കാശത് കൊണ്ട് ഉടനടി ഒരു ഗണ പുട്ടുമടിക്കണം. ഒരു കൊടി കെട്ടി അണികളെ കൂട്ടണം, കടകൾ കേറി പിരിവ് നടത്തണം. തമിഴൻ വണ്ടികൾ റോഡിൽ തടയട, കൂമ്പിന് കുത്തി കാശ് പിരിക്കണ. തെണ്ടിലടക്കണ പിച്ചക്കാരനെ ഞെക്കി പിഴിയണ ദിവസത്തെ. പടച്ചോനെ, ഞാൻ 5 വർഷം അധ്വാനിച്ചത് മൊത്തം അവന്മാര് കൊണ്ടുപോയല്ലോ. ഈ കോലത്തിൽ ഞാൻ എങ്ങനെ എന്റെ വീട്ടിലെത്തും? അതെ, പോയി. എത്ര വർഷമെന്നാ പറഞ്ഞേ? 5 വർഷമല്ലേ? എടോ, തനിക്കറിയോ, 25 കൊല്ലം ഗൾഫിൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത കാശും കൊണ്ട് ഭാര്യരെ പിള്ളേരെ കാണാൻ മിനിങ്ങാന്ന് വന്നതാണോ ഞാൻ. എന്നെ അവന്മാർ ഈ കോലത്തിലാക്കി. തനിക്ക് ഈ അണ്ടർവെയറെങ്കിലും ബാക്കിയുണ്ടല്ലോ, എനിക്ക് അതുപോലും ഇല്ലായിരുന്നു. ചേട്ടാ, ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? മോനെ, കേരളത്തിൽ ജീവിക്കാൻ ഒന്നുകിൽ രാഷ്ട്രീയക്കാരനായിട്ട് ജനിക്കണം, അല്ലെങ്കിൽ
പൈസയിട് പിച്ചക്കെട്ട് പൈസയിട്